Hello guys, enna vishesham. Enna miss cheythu last week. I was contemplating whether to post or not, whether the content is good or not. Is anybody gonna watch what I post? Is it good enough? Is it worth enough? Angane kore questions. And guess what? I didn't post. Well, that made me think, is it the first thing that I stopped midway or never started? അല്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. The competitions that I never took part of, like stopping everything in the midway. ഈ വർഷം ഞാനൊരു ഗെയിമിംഗ് അക്കൗണ്ട് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പം അത് നിർത്തി. പിന്നെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ പാട്ട് പഠിക്കാൻ പോയി, മിഡ്വേ അത് നിർത്തി. ഡാൻസ് പഠിക്കാൻ പോയി, അത് നിർത്തി. പിയാനോയ്ക്ക് പോയി, അത് നിർത്തി. സോ ഐ ഹാവ് എ ഹാബിറ്റ് ഓഫ് ദിസ്. എന്തെങ്കിലും തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്താകും എന്നെ കൊണ്ടാകുമോ എന്നൊക്കെ ചോദിച്ച് നിർത്തുന്നത് has become my routine. So I thought, okay, let this be something new where I would give myself a grace to fail and maybe learn in the way too. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് I thought what I want to do, or what something I would be good at, or something I can learn to be good at. അപ്പം ഞാൻ ഓർത്തു, at the time being I do have a course that I'm taking. I want to pass that course. അപ്പം അതെനിക്ക് ജോലിയിൽ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് തരും. ആൻഡ് maybe start reading. I used to love reading. And even 5 years back when COVID hit, ഞാൻ ഒത്തിരി ബുക്സ് വായിക്കുമായിരുന്നു. കാരണം അന്ന് എനിക്ക് പണിയില്ലായിരുന്നു. അപ്പം ഒരുപാട് ബുക്സ് വായിക്കുമായിരുന്നു. അപ്പം ഞാൻ ആൻഡ് ദ മോർ വി റീഡ്, നമ്മളിൽ മാത്രം കൺഫൈൻ ആയിരിക്കാതെ we learn about something new, we learn about places, people, characters, നമ്മുടെ imagination, creativity ഒക്കെ വളരും. So I thought of doing a little series where I would create a routine for myself, which is really hard for me, and I have to tell you that I have ADHD. So it's really hard for me to stay in the routine. So I'm going to start doing that. അതിനായിട്ട് I'll start reading a book which is The Alchemist, but I have already read this, so it would just bring me out of my reader slump. So yes, I will start reading this in this month. Along with it, എൻ്റെ കുറച്ച് പഠിത്തം, പിന്നെ കുറച്ച് physical activities. So yes, this time we will start rereading Alchemist, and I will share how I felt റീഡിങ് ഇറ്റ് ആഫ്റ്റർ 5 years. ആ 5 വർഷം മുന്നേ ഉള്ള എൻ്റെ സാഹചര്യത്തിൽ നിന്ന് ഇപ്പം ഞാൻ വായിക്കുമ്പം എനിക്ക് എങ്ങനെയാണോ ഈ ബുക്ക് എൻ്റെ തലയിൽ കയറുന്നതെന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. ആൻഡ് ഐ എം ഗിവിങ് മൈ സെൽഫ് ടൈം അണ്ടിൽ November 30th ടു ഫിനിഷ് ഇറ്റ്. സോ ദിസ് വുഡ് ബി മൈ TBR ഫോർ November, ദ ടു ബി റെഡ് ബുക്ക് ഫോർ November. സോ ഗൈസ്, നമ്മൾ നാളെ തൊട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുമ്പം നാട്ടിൽ മഴ പെയ്യൂലേ, അതുപോലെ ഇവിടെ മഞ്ഞ് പെയ്യുന്നത്. ആൻഡ് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല അടിപൊളി മഞ്ഞ്. പിന്നെന്താ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, രണ്ടുപേരും മുട്ടയാണ് കഴിക്കുന്നത്. ഞാൻ പതിയെ ഒന്ന് നടക്കാൻ പോയി. ആൻഡ് മഞ്ഞാണെങ്കിലും മഴയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബെസ്റ്റ് ചെയ്യണം, അത് കണ്ടിന്യൂ ചെയ്യാനല്ലേ. സോ സിൻസ് ഐ എം പ്രാക്ടീസിങ് ഡിസിപ്ലിൻ, ഐ ഡിഡ് ഗോ ഫോർ എ വാക്ക്. അങ്ങനെ നടത്തം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. ലഞ്ചിലേക്കുള്ള പ്രിപ്പറേഷൻസ് ചെയ്തു. നമ്മളിന്നൊരു നാടൻ ഫുഡ് ഉണ്ടാക്കിയല്ലോ എന്ന് ഓർത്ത്. ബീട്രൂട്ട് തോരൻ, പിന്നെ നമ്മുടെ മോര് കറി ഓർ മോര് കാച്ചിയത്, ആൻഡ് ചിക്കൻ കറി. എനിക്ക് ചിക്കനിലെ കരൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബേബി ആണെങ്കിൽ ചിക്കൻ വെന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ കരളും കൂടെ ഇട്ട് വേവിച്ച് നമ്മളുടെ അടിപൊളി ഒരു ചിക്കൻ കറി റെഡിയായി. അങ്ങനെ ഒരു അടിപൊളി ഊണ് കഴിച്ചു. ആൻഡ് ഇറ്റ് വാസ് സോ ഡെലീഷ്യസ്. പിന്നെ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ ജിമ്മിൽ പോയി ആസ് യൂഷ്വൽ. ആൻഡ് അപ്പോഴും നല്ല മഞ്ഞായിരുന്നു. ജിമ്മിൽ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ഞാൻ ഓർത്തു, നാളെ നമ്മളുടെ വർക്കൗട്ടിൽ നിങ്ങളെ കൂട്ടാമെന്ന്. സോ ആസ് പ്രോമിസ്, നമ്മൾ ഇന്ന് ജിമ്മിൽ വന്നു. ആൻഡ് നമ്മളുടെ ജിം ബാഗെല്ലാം എടുത്ത് പോകാൻ പോവാണ്. നമ്മുടെ ജിം ബാഗിലാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും ഉള്ളത്. ആസ് യു കെൻ സീ, ഐ എം വെയറിങ് മൈ റണ്ണിങ് ഷൂസ്. പക്ഷേ ജിമ്മിൽ ഇന്നൊരു ലെഗ് ആൻഡ് ബാക്ക് വർക്കൗട്ട് ഡേ ആയതുകൊണ്ട് ഐ വിൽ ബി വെയറിങ് മൈ കോൺവേഴ്സ്. സോ അത് ഷൂസ്, നമ്മളുടെ വെള്ളം, പിന്നെ നമ്മളുടെ ബെൽറ്റ്സ്, നമ്മളുടെ
ബാക്കി എല്ലാ സാധനങ്ങളും വെക്കുന്നതെല്ലാം നമ്മുടെ ജിം ബാഗിലാണ്. നമ്മൾ പിന്നെ പോകുന്ന ഇവിടുത്തെ ഒരു ഗുഡ് ലൈഫ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു ജിമ്മിലാണ് പോകുന്നത്. ആൻഡ് ഇറ്റ്സ് ഓപ്പൺ 24 hours. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി വർക്കൗട്ട് ചെയ്യാം. 24/7 ഉണ്ട് ആൻഡ് എവറി ഡേ. ആൻഡ് ബിഫോർ എനി വർക്കൗട്ട് യുവർ സ്ട്രെച്ചിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ വർക്കൗട്ട്. നമ്മൾ ഏത് മസിൽ ഗ്രൂപ്പാണോ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ആ മസിൽ ഗ്രൂപ്പിനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുക. കാരണം നമുക്ക് ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഒത്തിരി മസിൽ സ്പാസംസ് ഒക്കെ വരത്തില്ലേ. പിന്നെ അങ്ങനെ ടയറും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് യു നീഡ് ടു ഡു ദാറ്റ് സ്ട്രെച്ചിങ്. അപ്പം ഇന്ന് നമ്മുടെ ലെഗ് ആൻഡ് ബാക്ക് വർക്കൗട്ട് ഡേ ആയതുകൊണ്ട് നമ്മൾ കാലും ബാക്കും ഒക്കെ നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്യുവാണ്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് അവർ ലിറ്റിൽ വാം അപ്പ്. നമ്മളൊരു 15-20 minutes വാം അപ്പിന് എടുക്കും. ആൻഡ് ഇന്നത്തെ ദിവസം ലോങ് ആയിരിക്കുമല്ലോ, അത് കാരണം നമ്മളതിന് പ്രിപ്പയർഡ് ആണ്. ആൻഡ് അത് കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ വന്നേക്കുന്നതും എല്ലാം. ആൻഡ് എനിക്ക് ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ജിമ്മിൽ പോകുന്നത് കാരണം കുറച്ച് ഒരു 25% ഒക്കെ കാര്യങ്ങൾ അറിയാം. ബട്ട് സ്റ്റിൽ ഐ ഓൾവേസ് റീച്ച് ഔട്ട് ടു ബേബി ഫോർ എനി ഹെൽപ്പ്. ആൻഡ് ബേബിയാണ് മൊത്തത്തിൽ എന്നെ കൊണ്ടുപോകുന്നതും എല്ലാം. ആൻഡ് ബേബിയുടെ ഒരു ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് ആയിരുന്നു ഈ ജിമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അവിടെ വേറെ ആരുടെയും കൂടെ പോകത്തില്ല, എൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഹീസ് ടേക്കിംഗ് മീ വിത്ത് ഹിം. ആൻഡ് ഞാൻ RDL ചെയ്യുന്നതിന് മുന്നേ ഒരു വാം അപ്പ് ചെയ്യുവാണ്. അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് വർക്കൗട്ട്സിലൊന്നായത് വൈൽ ഐ ഡു ദിസ് ബേബി ഡസ് ദിസ്. ആൻഡ് ഇതാണ് നമ്മുടെ ബിഗിനിങ് വർക്കൗട്ട്. ആൻഡ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിമ്മിൽ നിൽക്കുമ്പം ഒത്തിരി സന്തോഷമാണ്. അതായത് നമ്മളുടെ ഈ മൊമെൻറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ ക്യാപ്ചർ ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നത് ഒരു സന്തോഷം. ആൻഡ് ഓൾസോ നമ്മൾ രണ്ടുപേരും റീകണക്റ്റ് ചെയ്യുന്നതും നമ്മൾ ഒത്തിരി സംസാരിക്കുന്നതും നമ്മൾ നമ്മുടെ ബോഡീനെ പറ്റിയും എന്താണ് നമ്മുടെ ത്രൂ ഔട്ട് ദ ഡേ ഹാപ്പൻ ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ സംസാരിക്കുന്നത് ജിമ്മിൽ വെച്ചിട്ടാണ്. നമ്മൾ എസ്പെഷ്യലി ഒരുമിച്ചൊക്കെ താമസിക്കുമ്പം അല്ലെങ്കിൽ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വെൻ യു ഹാവ് സം ആക്ടിവിറ്റീസ് ദാറ്റ് യു ഡു ടുഗെദർ നമ്മൾ എപ്പോഴും ആ ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കും. ആൻഡ് നമ്മൾ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു നല്ല കാര്യമാണല്ലോ. ബേബി ദേവിയുടെ വെയിറ്റൊക്കെ കൂട്ടിയിട്ട് അടിക്കുവാണ്. ഞാൻ പതിയെ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞ് എല്ലായിടും ക്ലീൻ ചെയ്യുകയാണ്. ബേബി അപ്പുറത്തെ സൈഡ് ക്ലീൻ ചെയ്യുവാണ്. ഇപ്പോൾ കേബിൾ റോ കഴിഞ്ഞു. ആൻഡ് ബേബി ബാക്കിനുള്ള വർക്കൗട്ട് ചെയ്യുവാണ്. ഞാനിവിടെ കള്ളപ്പണി എടുത്ത് വീഡിയോ എടുത്ത് നടക്കുമ്പോഴത്തേക്ക് ബേബി നല്ല അടിപൊളി വർക്കൗട്ടൊക്കെ ചെയ്യുവാണ്. ആൻഡ് വി ആർ സോ പ്രൗഡ് ഓഫ് ഈച്ച് അതർ ഫോർ ഗോയിങ് ടു ദ ജിം. ആൻഡ് ഈ തണുപ്പത്തും ഇങ്ങനെ പോകാനും ഒക്കെ കാണിക്കുന്ന ഒരു എന്തൂസിയാസം ഒക്കെ ഭയങ്കര കമൻറ്റബിളാണ്. ഞാൻ കുറേ വീഡിയോസൊക്കെ നോക്കി, ഇങ്ങനെ ഡുവൽ ഇൻകം നോ കിഡ്സ് കപ്പിൾസൊക്കെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോസൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല. അപ്പം ഞാൻ ഓർത്തു വൈ ഡോണ്ട് ഐ ഡു ഇറ്റ്. ഇപ്പം എന്നെപ്പോലെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള കപ്പിൾസിന് വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സമയം കളയാതെയോ അപ്പം നമുക്ക് എൻഗേജ് ചെയ്തിരിക്കാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ. നമ്മുടെ ബോഡി അനങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി നല്ല ഹോർമോൺസൊക്കെ റിലീസാവുമല്ലോ. ലൈക്ക് ഡോപ്പമീനും എൻഡോഫിനും ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷവും കണക്ഷനും ഒരു റിലാക്സേഷനും ഒക്കെ വരും. അപ്പം അതായിരുന്നു നമ്മളുടെ ഒരു ലക്ഷ്യം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ബട്ട് നൗ വി ബോത്ത് എൻജോയ് ഇറ്റ്. ലൈക്ക് മൈ ഹസ്ബൻഡ് യൂസ് ടു ഗോ ടു ജിം ബിഫോർ, സോ ഹീ എൻജോയ്സ് ഇറ്റ് മോർ. ആൻഡ് ദെൻ എല്ലാം കഴിഞ്ഞ് പുള്ളി ഒരു കാഫ് റേസും കൂടെ ചെയ്യുവാണ്. ആൻഡ് ഇന്നത്തെ വർക്കൗട്ട് ഇത്ര സെക്കൻഡ്സിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര 2 മണിക്കൂറിൻ്റെ വർക്കൗട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ആൻഡ് നമ്മുടെ ഫൈനൽ സ്ട്രെച്ചിങ് ആണിത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ വർക്കൗട്ട് സ്ട്രെച്ചിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ആൻഡ് ദാറ്റ്സ് ഡൺ. നമ്മളിപ്പോൾ കണ്ടതാണ് നമ്മളുടെ ഒരു ഭയങ്കര റിയലിസ്റ്റിക് ഡേ ഇൻ അവർ ലൈഫ്. ജോലി, വീട്, ജിം, നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു, വാക്കിന് പോകുന്നു. പിന്നെ ആസ് എ സെഡ് ഞാൻ റീഡിങ് കുറച്ച് ലൈഫിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ആൻഡ് ഇന്നത്തെ വ്ളോഗ് ഇസ് സോ സ്പെഷ്യൽ ഫോർ മീ ബിക്കോസ് ഐ നെവർ തോട്ട് ഐ വുഡ് ബി സമൺ ഹു വുഡ് ഷോ അപ്പ് ഫോർ മൈ സെൽഫ് ആൻഡ് വുഡ് ഹാവ് എ റുട്ടീൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ ഈ മെയ് 2025 ജിമ്മിൽ പോകാനായി തുടങ്ങിയത്. കൺസിസ്റ്റൻ്റ് ആയിട്ടെന്ന് പറയാൻ പറ്റുന്നത് 3 days മാക്സിമം, അല്ലെങ്കിൽ 3 to 4 days പോകാറുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തപ്പം I was 70 kgs ആൻഡ് നൗ I am 64 kgs.
അപ്പം ഇറ്റ്സ് നോട്ട് എ ബിഗ് ചേഞ്ച്, പക്ഷേ ഫോർ മീ ഇറ്റ്സ് ആക്ച്വലി എ ബിഗ് ചേഞ്ച്. ആൻഡ് എനിക്കും ഇതൊക്കെ പറ്റും ആസ് എന്താ പറയുന്നത്, ആസ് സമ്മൺ ലൈക്ക് മീ, ഭയങ്കര ലേസി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒട്ടും ഇങ്ങനെ റുട്ടീനൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇത് പറ്റും എന്നുള്ളൊരു ഒരു ചിന്ത എനിക്ക് വന്നു. ആൻഡ് നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ്, അതായത് നമ്മൾ ഒത്തിരി ബാരിയേഴ്സ് ഫൈറ്റ് ചെയ്യും. ഞാൻ ആദ്യം ജിമ്മിൽ പോയപ്പോൾ എനിക്കൊരു 5 LB 10 LB പോലും പൊക്കാൻ പറ്റാത്ത ഞാൻ അതൊക്കെ ചെയ്യുന്ന ഇപ്പം എനിക്കത് പറ്റുന്നുണ്ട്. അത് കാണുമ്പം ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ് ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ മൈ ഹസ്ബൻഡ് മോട്ടിവേറ്റ്സ് മീ ടു ഗോ. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് നോട്ട് മോട്ടിവേഷൻ ഓർ നമ്മുടെ ആഗ്രഹം, ഇറ്റ്സ് യുവർ ഡിസിപ്ലിൻ. ആൻഡ് ഞാൻ പോവാനായിട്ട് ബേബിനെ അക്കമ്പനി ചെയ്ത് പോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. സോ whenever he goes, I try to go with him. And yeah, that was it. And before we end this vlog, I'll show you a little bit of my night skincare routine. എനിക്ക് അങ്ങനെ നൈറ്റ് സ്കിൻ കെയർ ഒന്നുമില്ല, ബട്ട് മൈ സ്കിൻ ഹാസ് ബീൻ ഗ്ലോയി ആൻഡ് ഗുഡ് these days, and I'm very grateful for that, and I want to share that little routine with all of you. So yes, let me show you. എൻ്റെ ഒരു ഭയങ്കര മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ സ്റ്റെപ്സ് ഉള്ളൊരു നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ. സോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന Anua toner, little ASMR. So first we use this, take a little bit and just dab that. ആദ്യം മൊത്തം കഴുത്തിലെല്ലാം അപ്ലൈ ചെയ്യുക, and then little dab that so it goes into your skin. And ഒരു 1 second കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ഗ്ലോ സിറം. സോ ഇതൊരു 1 or 2 drops മതി. ഇത് മതി, ഇത് തന്നെ ധാരാളം. നമ്മൾ എന്തായാലും ഉറങ്ങാൻ പോകില്ല, കുറേയൊക്കെ നമ്മുടെ ബെഡിലൊക്കെ പിടിച്ചു പോകുമെന്ന് തോന്നുന്നു. സോ ആൻഡ് നന്നായിട്ട് അതും അപ്ലൈ ചെയ്ത് കൊടുക്കുക, കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്ത് നമ്മളിടും. പിന്നെ ഞാൻ ബാക്കിയുള്ളത് എൻ്റെ കയ്യിൽ തേക്കും. ആൻഡ് ഒരു കുറച്ച് മോയ്സ്ചറൈസർ, ഏറ്റവും കട്ടിയുള്ളൊരു മോയ്സ്ചറൈസർ. സോ എവറിത്തിങ് ജസ്റ്റ് സ്റ്റേസ്. ആൻഡ് സ്കിന്നിന് ഒത്തിരി ഹൈഡ്രേഷനും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാട്ടോ ഇത്. ആൻഡ് മൈ സ്കിൻ. പിന്നെ ഞാൻ റീസെൻ്റ്ലി ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സാധനം കൂടെ കാണിക്കാം. നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് ഓർഡിനറിയുടെ പെപ്റ്റൈഡ് സിറം. ആൻഡ് ഇതൊരു ഫ്യൂ ഡ്രോപ്സ്, ഒരു 1 or 2 or 3 drops, that's it maximum. നമ്മുടെ സ്കാൽപ്പിൽ എനിക്ക് ഇവിടെ കുറച്ച് മുടി കുറവാണ്, സോ ഞാൻ ഇവിടെ ഒരു ഡ്രോപ്പ് ഇടാം. ആൻഡ് അത്ര മതി, നമ്മൾ ഒത്തിരി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ആൻഡ് ജസ്റ്റ് ഗീവ് എ ഗുഡ് മസാജ്. ഇത് നമുക്ക് നല്ല അടിപൊളിയാണ്, നമ്മുടെ സ്കാൽപ്പിൽ അങ്ങോട്ട് നല്ലൊരു മസാജ് ചെയ്യുക. നമുക്കിപ്പോൾ ഉറങ്ങാനൊക്കെ പോകുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് ഇഫ് യു ഡു എ സ്കാൽപ്പ് മസാജ്. ആൻഡ് ഐ ഡോണ്ട് യൂസ് എനി ഹീറ്റ് പ്രോഡക്ട്സ്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഐ എം ലെറ്റിംഗ് മൈ ഹെയർ നാച്ചുറലി ഡ്രൈ, ഐ എം ലെറ്റിംഗ് മൈ ഹെയർ ബി നാച്ചുറൽ. അപ്പം ഞാൻ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇച്ചിരി ഒരു ആർഗൻ ഓയിൽ. സിൻസ് എൻ്റെ മുടി കുറച്ച് ഫ്രിസി ആവാറുണ്ട്, എസ്പെഷ്യലി as I said, I don't use any products, any heat products, nothing. So I'm letting it be natural. So add a little bit oil. So the air dry ആയി കഴിഞ്ഞ് കഴിയുമ്പോഴും it would just stay frizz free. ഒരു പരിധി വരെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് yeah, that's my night care routine. And don't ever forget your lip balm, which is the elixir for your lips. So my go-to lip balm, just so ratri namakku lipstick onnum venda, just a little bit of lip balm, and that's about it. And I'm ready to hit bed.
പിന്നെ നിങ്ങൾ എന്നെ കണ്ടല്ലോ, വെയറിങ് മൈ മോസ്റ്റ് കംഫിയസ്റ്റ് കോസിയസ്റ്റ് പജാമാസ്. പിന്നെ ഇപ്പോൾ ഇവിടെ തണുപ്പായത് കാരണം നമ്മൾ രണ്ടുപേരും നല്ല വൂളൻ സോക്സ് ഒക്കെ ഇട്ട് കിടക്കുക. ഐ ഹാവ് റെഡ് സംവെയർ നമ്മൾ നല്ല സോക്സ് ഇട്ട് കിടക്കുക, നമ്മുടെ കാല് വാം ആണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടുമെന്ന്. പിന്നെ ഞാൻ വായിക്കുന്നത് ആൽക്കമിസ്റ്റ് ആണെങ്കിൽ ബേബി വായിക്കുന്നത് ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷനറീസ് ബൈ മാനുവൽ പിള്ളയാണ്. അങ്ങനെ നമ്മളുടെ ഒരു ദിവസവും കൂടെ ഫിനിഷ് ആവാൻ പോവുകയാണ്. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ്. ആൻഡ് ഇത്ര നേരം വീഡിയോ കണ്ട നിങ്ങൾക്കും എല്ലാം മെനി താങ്ക്സ്. പിന്നെ എൻ്റെ ഈ ഒരു റുട്ടീൻ ഒരു സീരീസ് ആയിട്ട് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം, ലൈക്ക് ബിഫോർ മൈ 20s എൻഡ്. അപ്പം ആ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ആൻഡ് യാ, സീ യു ഇൻ അനദർ വീഡിയോ. ഗുഡ് നൈറ്റ്. ലൈൻ കട്ട്.